അവരെ അതൊരു പന്ന പാട്ടും ബിജിഎം ഒന്നും കൊള്ളൂല. ചെറുക്കമുണ്ട് അവന്റെ അവരാ കണ്ടിരിക്കണ ഫസ്റ്റ് ഹാഫ് വയ്യാത്തത്. സെക്കൻഡ് ഹാഫ് എനിക്ക് കാണാൻ എനിക്ക് ഇറങ്ങി പോയാലും മതി അങ്ങനെ ഒരു ക്രിസ്മസ് വാദം ആര് പറഞ്ഞാലും ഫാൻസ് കുറച്ച് ബാക്കി ഒന്ന് പറയും. എല്ലാം പടം വിചാരിക്കരുത്. ക്രിസ്മസ് വാദം ഞാൻ ഉറങ്ങി ഇപ്പൊ സത്യം ഒന്നും കണ്ടില്ല. ഇല്ല ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര അപരാധമായി സത്യം ഭയങ്കര അപരാധം. വെറും ബോർ മോഹൻലാലിനുള്ള വില കളയാൻ വേണ്ടി ഞാൻ ലാലിന്റെ ഫാൻസ് ആണ് വെറുതെ ചുമ്മാ കയറി അഭിനയിച്ചു മോഹൻലാൽ. പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല അതില് ഒന്നും ഒരു സംഭവമില്ല. ലാലേട്ടന്റെ ആക്ടിംഗ് ഒക്കെ ലാലേട്ടൻ ഒരു രണ്ട് ഫൈറ്റിംഗ് ഉണ്ട്. രണ്ട് ഫൈറ്റിംഗ് അത്ര എത്തുന്നില്ല. എങ്ങനെയുണ്ട്? വേറെ ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ വെറും ബോർ അത്രേ ഉള്ളു. എന്നാൽ കൂടെ അഭിനയിപ്പിച്ച ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിപ്പിച്ച ആള് വെറും ബോറായിരുന്നു. അത്രേ ഉള്ളു. എങ്ങനെയുണ്ട് ബ്രോ പടം? പടം നല്ല പടം. ലാലേട്ടൻ കഴിഞ്ഞാട്ടോ പറഞ്ഞു ബ്രോ. അടിപൊളി, ഒരു രക്ഷയില്ല. ഇല്ല പടം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ പറയില്ല, അഭിനയായാലും ആക്ഷൻ ആയാലും മൊത്തം അടിപൊളി. പ്രതീക്ഷേന്റെ അത്ര ഒന്നും ഇല്ലായിരുന്നു. വന്നു കണ്ടു പോയി വേറെ ഒന്നുമില്ല. മസ്റ്റ് ഹാഫ് ഒരു മലങ്കട്ട് രീതി. എല്ലാരും അങ്ങനെ പറയാം, മലങ്കട്ട് എന്നേ പറയുള്ളൂ. ഒരു ആഡ് എടുത്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കളർ ഗ്രേഡിങ്ങും ഇല്ല, പിന്നെ ഒരു സൗണ്ട് അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നത് അവര് എടുത്ത് പ്രിന്റ് 5 പോയിന്റ് ഉണ്ടെന്നാണ്. ഒരു ക്ലാരിറ്റി സൗണ്ടും ഇല്ല. പിന്നെ മോഹൻലാൽ ഹിസ്റ്റോറിക്കൽ വേഷം സത്യം പറഞ്ഞ മോഹൻലാൽ ഏട്ടന് പറഞ്ഞിട്ടുള്ളതല്ല സത്യം പറയാലോ. അത് ഒരു നെഗറ്റീവാണ് സത്യം. പിന്നെ സാം സീസിന്റെ മ്യൂസിക് നന്നായിട്ടുണ്ട്. പാട്ടും നല്ല ബിജിഎം എല്ലാം ഉണ്ട്. നല്ലൊരു വർക്ക് സാം സീസ്. പിന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് കാണാൻ എനിക്ക് ഇറങ്ങി പോയാലും മതി അങ്ങനെ ഒരു സത്യം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ലാലേട്ടൻ പടം കണ്ടിട്ട് ഇങ്ങനെ റോസിന്റെ ലെവലിങ്ങനെ വന്നിട്ടുണ്ടോ? റോസിന്റെ രണ്ടും ഒരേ ലെവലാണ്. ഇത് കങ്കുവ ഇതിനെക്കാട്ടി ബെറ്റർ എന്നാണെങ്കിൽ പറയാം ബ്രോ. സത്യം പറഞ്ഞാൽ രണ്ടിനും ഒരേ ഇതാണ്. പക്ഷെ കങ്കുവ ഇതിനെക്കാട്ടി ബെറ്റർ എന്ന് പറയാം. മേക്കിംഗ് വൈസ് ആണെങ്കിൽ കുറച്ച് കീറിവിളി അതൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് കീറിവിളി ഇതിലും കൂടെ ആഡ് ചെയ്ത കങ്കുവ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അതെ, ഞാൻ സെക്കൻഡ് ഹാഫ് കിടന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാന്നൊക്കെയാണ് ഇവര് പറയുന്നത്. പടം 2 മണിക്കൂർ 7 മിനിറ്റ് എന്നേ പടമുള്ളൂ. ഫസ്റ്റ് ഹാഫ് ഇവർക്ക് 70 കോടി ബഡ്ജറ്റ് ഒന്നും ഇവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എടുക്കായിരുന്നു. ലാലേട്ടനൊക്കെ ടൈറ്റിലൊക്കെ ഗോഡ് ഓഫ് ആക്ടിങ് അത്ര നല്ല ടൈറ്റിലൊക്കെ കൊടുത്തിട്ട് പുള്ളി അങ്ങനെ നേരെ യൂസ് ചെയ്ത്. സെക്കൻഡ് ഹാഫ് മാത്രം നമുക്ക് ലാലേട്ടൻ്റെ കുറച്ച് രാജാവായിട്ടുള്ള പോർഷൻ അതൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫാണ് ശരിക്കും ഒരുമാതിരി ആഡ് രീതിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടെ നന്നായിട്ട് അവർക്ക് എടുക്കുക. നല്ലൊരു പ്ലോട്ടാണ്. കുറച്ചും കൂടെ നന്നായിട്ട് അവർക്ക് എടുക്കായിരുന്നു. ഷൂട്ട് ചെയ്ത സാധനം അതാണ് കൊണ്ടുവച്ചേക്കുക. അതാണ് കളർ റീഡ് പോലും ചെയ്തിട്ടില്ല. 2020 എന്തോ കമ്മിറ്റ് ചെയ്ത പടമാണ്. ആ ഫേസ് ഒക്കെ മറ്റേ ബ്രോഡാഡി ലെവൽ ഫേസ് ആണ് പുള്ളിക്ക്. ആ ഫേസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതും കൂടെ കമ്മിറ്റ് ചെയ്ത് ലാസ്റ്റ് അവരെ പ്രതീക്ഷയാണ് കയറിയത്. അതേപോലെ തന്നെ തിരിച്ചിറങ്ങും. എനിക്ക് പോസിറ്റീവ് ആണ്. സാം സീസിന്റെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ബിജിഎം മ്യൂസിക്. പിന്നെ അതിനകത്ത് ഒരു ചെറുക്കമുണ്ട് അവരാ കണ്ടിരിക്കണ ഫസ്റ്റ് ഹാഫ് വയ്യാത്തത്. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ആവശ്യമില്ലാത്ത കുറെ ലവ് സോങ് ഒക്കെ. ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെ അവര് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് കൊണ്ടുപോയി. അത് മാത്രം കൊള്ളാം ഫസ്റ്റ് ഹാഫിൽ. ഒരു എനിക്ക് ബിലോ പറഞ്ഞ മാത്രമേ ഉള്ളൂ പടം. ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണ്. ലാലേട്ടൻ്റെ പടം നമ്മൾ എന്തായാലും കാണാൻ പറ്റും. നമ്മളൊന്നും നോക്കാറില്ല. എനിക്ക് പടം വർക്കായില്ല, തീരെ വർക്കായില്ല. ട്രെയിലർ കണ്ടപ്പം സത്യമായി ട്രെയിലർ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പടം കണ്ടപ്പം അതൊട്ടും സത്യമായി ലാലേട്ടന് വേണ്ടിയാണ് ഈ പടം കാണാൻ വന്നത് തന്നെ. ക്രിസ്മസ് ദിവസമായിട്ട്. പക്ഷേ ഒട്ടും പോലെ ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. 2.5 മണിക്കൂർ പാത്രം തന്നെയാണ്. പിന്നെ ആ പട ഫൈറ്റ് മാത്രം. ഇത് പോസിറ്റീവായിട്ട് പറയാൻ ഒന്നുമില്ല. ഫൈറ്റ് മാത്രമാണ്. ബിജിഎം ആയാലും ഒന്നും സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒന്നും പോരാ. VFX ഗ്രാഫിക്സ് ഒന്നും പോരാ. ലാലേട്ടന് വേണ്ടി പടം കാണാൻ വന്നു, അത്രേ ഉള്ളൂ. ലാലേട്ടന്റെ മോനെ മാറ്റി പടം ഹിറ്റ് ആയ ലാലേട്ടന്റെ മോനായിട്ട് അഭിനയിച്ച പയ്യൻ അവ ഒട്ടും പോരാ. അവനെ വെട്ടിനെ കുറെ സീനൊക്കെ ഉണ്ട്. ആ വെട്ട് ചത്തു വരുന്നെങ്കിലും അവർ ആഗ്രഹിച്ചു. അമ്മാരി അവരെ അതൊരു പന്ന പാട്ടും ബിജിഎം ഒന്നും കൊള്ളൂല. അച്ഛന്റെ അമ്മയുടെ ഒരു വില അറിയാന്നുള്ളവർക്ക് ആ ഒരു സെന്റിമെന്റ്സ് വരും, കണ്ണീരൊക്കെ വരും. പടം കൊള്ളായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഫാമിലി ഓഡിയൻസിനെല്ലാം ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും. പക്ഷെ കുറച്ച് ലാഗാണ്. പക്ഷെ സിനിമ കൊള്ളാം. അച്ഛന്റെ അമ്മയുടെ വില അറിയുന്നവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അത് ഫസ്റ്റ് ഒന്നുമില്ല, ലാസ്റ്റ് ആ ഒരു സെന്റിമെന്റ്സിന്റെ ആ ഒരു വരുള്ളൂ. പക്ഷെ സിനിമ കൊള്ളാം, സൂപ്പറാണ്.